Stay tuned to Kids Corner and set free from all tensions and worries. ഇന്നലെ തന്നെ പ്രോഗ്രാം കണ്ടില്ലല്ലോ, എന്തു പറ്റി? പിന്നെ പ്രോഗ്രാമിനൊക്കെ പോയാൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു വിളിക്കാൻ പറ്റും. നീ നന്നായി പാട്ട് പാടൂലേ? നിനക്ക് കിട്ടിയ ചാൻസാണ് നീ നഷ്ടപ്പെടുത്തി. ചാൻസ് എല്ലാം ഇനിയും വരും. അപ്പ എന്നോട് പറയുമായിരുന്നു, പണ്ടപ്പം നന്നായി പാട്ട് പാടുമായിരുന്നു, എല്ലാവരും അപ്പം അപ്രിഷ്യേറ്റ് ചെയ്യണം. പക്ഷെ അപ്പൊക്കെ ആ കഴിവ് തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ അപ്പം വലിയൊരു പാട്ടുകാരനാണ്. അടുത്ത പ്രാവശ്യം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഓണവും കൂടെ കഴിഞ്ഞ അല്ലേ? ഓണസദ്യയും പാൽപ്പായസവും പുലിക്കളിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തോ? നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോപ്പിക്ക് കഴിവുകൾ. ഇപ്പോൾ അപ്പുക്കുട്ടൻ്റെ സ്വഭാവം കണ്ടില്ലേ? നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ? പലപ്പോഴും ഈ കഴിവുകളുള്ളവരാണ് അത് ഉപയോഗിക്കാണ്ടിരിക്കുക, ഇല്ലാത്തവർ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഉപയോഗിക്കും. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കഴിവിൻ്റെ പിന്നിലുള്ള കാരണം, അതേപോലെ മറ്റ് പല കാര്യങ്ങളും നമുക്കിന്ന് മനസ്സിലാവും. അപ്പം അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃതജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഓക്കെ, ഇനി സുകൃതജപം. ഈശോയെ, എൻ്റെ കഴിവുകൾ അങ്ങേക്കായി ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ എൻ്റെ കഴിവുകൾ അങ്ങേക്കായി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ആടാനും പാടാനുമുള്ള കഴിവുകളുണ്ട്, പക്ഷേ എനിക്കതില്ല. ഞാൻ എന്ത് ചെയ്യണം? മോളെ, നമുക്കെല്ലാവർക്കും ഒരേ കഴിവാണോ ദൈവം തന്നിരിക്കുന്നത്? അല്ല അല്ലേ? നമ്മളുടെ ഒരു വിചാരമുണ്ട്, പാടുകയും ആടുകയും ചെയ്യുന്നത് മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഴിവുകൾ. ഡാൻസ് കളിക്കുക, അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ഇത് മാത്രമല്ല കഴിവുകൾ. ഈശോ നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. മോക്ക് ഈശോ തന്നിരിക്കുന്ന ഒരു കഴിവ് മോളൊന്ന് ഓർത്ത് നോക്കിക്കേ. മോക്കുള്ളൊരു കഴിവ് പറയാമോ? എനിക്ക് പെയിൻറ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. പെയിൻറ് ചെയ്യാനുള്ള കഴിവ് മോക്കുണ്ട്. മോക്കും ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് കഴിവ്. ഓക്കെ. കീബോർഡ് വായിക്കാനുള്ള കഴിവുണ്ട്. മോനോ? പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒത്തിരി വ്യത്യസ്തമായ കഴിവുകളാണ് അല്ലേ? അപ്പോൾ ഈശോ തന്നിരിക്കുന്ന ഓരോരുത്തർക്കും പല പല കഴിവുകളാണ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമുക്ക് അങ്ങനത്തെ ഒരു കമ്പാരിസൺ ആവശ്യമില്ല. ഈശോ നമുക്കെല്ലാവർക്കും യുണീക്കായിട്ടുള്ള കഴിവുകളാണ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അതായത് നമ്മളെപ്പോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളുടെ കഴിവുകളെ കമ്പയർ ചെയ്യാൻ പാടില്ല, എന്നുവെച്ചാൽ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ യേശുദാസ് പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റുമോ? ഇല്ല. ചിത്ര പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യം നമുക്കില്ല. ദൈവം തന്നിരിക്കുന്ന ഏത് കഴിവാണേലും നമ്മളതിന് ദൈവത്തിന് നന്ദി പറയുക, അത് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന് തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യണം. അതിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ബാക്കി എന്തൊക്കെ പരിശ്രമങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ഇന്ന കഴിവുകളുണ്ട്, അതുകൊണ്ട് എനിക്കതില്ലല്ലോ എന്നുള്ളൊരു പരാതി നമ്മൾ അവസാനിപ്പിക്കുക. നമ്മളൊന്ന് ഒരു ദിവസം ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കുക, ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്. ഈ പാടാനും ആടാനും മാത്രമല്ലാതെ വരയ്ക്കാനുള്ള കഴിവ്, മോള് പറഞ്ഞ പോലെ വരയ്ക്കാനുള്ള കഴിവ്, പിന്നെ കീബോർഡ് വായിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ക്ഷമിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ ഒന്ന് ചിരിച്ച് കാണിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരോടൊന്ന് നന്നായി സംസാരിക്കാനുള്ള കഴിവ്, അങ്ങനെ ഇഷ്ടം പോലെ കഴിവുകൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, അത് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് പലതും ചെയ്യണമെന്നുണ്ട്, എന്നാലും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? മോള് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. കാരണം അനേകർക്ക് പലപ്പോഴും ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ പലപ്പോഴും ഒരാളുടെ ഫ്രണ്ടിൽ കയറി നിന്ന് ഒരു കാര്യം സംസാരിക്കാൻ, ഒരു കാര്യം ചെയ്യാൻ ചിലപ്പം പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പം ആൻറ്റിയുടെ ജീവിതത്തിലാണെങ്കിൽ പോലും ആൻറ്റി ചെറുപ്പത്തിൽ ഇതുപോലെ 4 പേരുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് നിൽക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. ബൈബിളൊക്കെ വായിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിയിലെ കുർബാനയുടെ സമയത്ത് ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൈബിൾ വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ
ആൾക്കാർ വിചാരിക്കും നമ്മൾ ഭയങ്കര ധൈര്യത്തോടു കൂടിയായിരിക്കും വായിക്കുന്നത്. പക്ഷേ നമ്മുടെ മുട്ടുകാല് കിടന്ന് എൻ്റെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ ധൈര്യം പിന്നെ എവിടെ നിന്നാണ് കിട്ടിയത് ശരിക്കും? ഈശോയെ അറിഞ്ഞതിന് ശേഷം, അല്ലെ ഈശോയിൽ കൂടുതൽ അടുത്തതിന് ശേഷം ഈശോയുടെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു വലിയ ധൈര്യമായിട്ടാണ് എനിക്കിത് പിന്നീട് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കഴിവുകളുടെ ഒക്കെ ഒരു വലിയ നിക്ഷേപം കടക്കുന്നത് ഈശോയുടെ പരിശുദ്ധാത്മാവിലാണ്. നമ്മൾ ഈ കാണുന്ന ഈ ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, അതിൻ്റെയൊക്കെ വലിയ ഒരു ഉടമസ്ഥനായിട്ട് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവിനോട് അതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവുകളെ പോഷിപ്പിക്കാൻ പറ്റും, നമ്മുടെ കഴിവുകളെ വളർത്താൻ പറ്റും, നമുക്ക് ആത്മവിശ്വാസം കിട്ടും. നമുക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് ഒരു സ്റ്റേജിൽ പോയി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ കാര്യം ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് ആത്മവിശ്വാസം, ധൈര്യം, നമ്മുടെ അർപ്പണ മനോഭാവം, ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കും. ഞാൻ കേട്ടൊരു സംഭവ കാര്യം നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ഒരു അമേരിക്കയിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു പെൺകുട്ടിയാണ്. അവൾ ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് ജന്മനാ വൈകല്യങ്ങളുണ്ടായിരുന്നു. അതായത് അവളുടെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനത്തെ ഒരു ഫാറ്റ് ഈ കുട്ടിയുടെ ശരീരത്തിൽ അടിയത്തില്ല. ജന്മനാ ഈ വെയിറ്റ് ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവളുടെ റൈറ്റായി വലത്തെ കണ്ണിന് കാഴ്ചയും വളരെ കുറവായിരുന്നു. അപ്പോൾ കാണാനായിട്ടൊരു വലിയ രസമൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു ഇവൾ. അവളിങ്ങനെ വളർന്നു വന്നു ഒരു +1 +2 ആയ സമയത്ത് ഇവൾ നടന്നിങ്ങനെ പോയ സമയത്ത് ആരോ ഇവളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് യൂട്യൂബിലിട്ടു. അങ്ങനെ കുറേ മനുഷ്യർ ആ ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറേ കമൻറ്റുകൾ വന്നു. അതായത് ഇത്രയും വൃത്തികെട്ട ഒരു രൂപം, അല്ലെ ഇത്രയും ഭീകരമായ ഒരു രൂപത്തെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വിരൂപയായ പെൺകുട്ടി ഇവളാണെന്നുള്ള ലെവലിൽ പലരും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്തു. ഈ കമൻറ്റ് കണ്ട് ഇവൾ ശരിക്കും വിഷമിച്ചു. ഒത്തിരി ഡിപ്രസ്ഡായിപ്പോയി കൊച്ച്. 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ചകളോളം ഒക്കെ ഈ കുട്ടി ആരോടും മിണ്ടാതെ വീട്ടിൽ ഒരു മുറിക്കകത്ത് തന്നെ കഥ കടച്ചിരുന്നു. അവൾക്ക് ഒരുപാട് വിഷമമായിപ്പോയി. കാരണം അവൾ തന്നെ അവളുടെ ഒരു രൂപം ശരിക്കും റിയലൈസ് ചെയ്ത് കാണുന്നത് അപ്പോഴാണ്. അത്രയും അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവൾ ചിന്തിച്ചു, ഇങ്ങനെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്നേ പറ്റൂ. അവൾ അങ്ങനൊരു തീരുമാനമെടുത്ത് അവൾ യൂട്യൂബിൽ അവൾക്ക് തോന്നിയ ചില സെൻറ്റൻസുകൾ, കാര്യം ശരിയാണ്, ഞാൻ വിരൂപയാണ് എങ്കിലും ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ ഇവളിങ്ങനെ ഈ യൂട്യൂബിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അല്ലെ അവൾ സെൻറ്റൻസുകൾ എഴുതി, പാരഗ്രാഫുകളാക്കി, ബ്ലോഗിൽ എഴുതി, അങ്ങനെ കുറേ കാര്യങ്ങൾ, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ എഴുതാൻ തുടങ്ങി. കാലക്രമേണ പലരിത് കണ്ടു, ഒരുപാട് ലൈക്കുകൾ കിട്ടി, ഒരുപാട് കമൻറ്റുകൾ കിട്ടി, ലക്ഷത്തോളം ലൈക്കുകൾ കിട്ടി. ഇന്ന് ആ കുട്ടി ഈ ഇൻ്റർനാഷണൽ ലെവലിൽ ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ് ആ കുട്ടി ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവൾ തന്നെ ഒരു 4 ബുക്കോളം തന്നെ എഴുതി. അതിനകത്തെ ഫസ്റ്റ് ബുക്ക് പറയുന്നത്, അവളുടെ പേര് ലിസി എന്നാണ് കേട്ടോ, അവളുടെ പേര് ലിസി എന്നാണ്. ലിസി എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് ബുക്ക് അവൾ ഇറക്കി. അങ്ങനെ 4 ബുക്കുകളോളം ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ഇന്ന കുറവുണ്ട്, എൻ്റെ ആ പ്രശ്നം, ഈ പ്രശ്നം, അതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റാത്തത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ പറയും. പക്ഷേ അതൊന്നും ഒരു ഫാക്ടറല്ല. പകരം നമ്മൾ നമ്മുടെ കഴിവ് എന്താണോ കിട്ടിയിരിക്കുന്നത് ആ കഴിവിനെ ആർക്ക് സമർപ്പിക്കണം? ഈശോയ്ക്ക് സമർപ്പിക്കണം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് ഈ ഒരു കഴിവ് വികസിപ്പിക്കാൻ, ഈ ഒരു കഴിവ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ എനിക്ക് കഴിവ് തരണേ, ഇതിനുള്ള ക്ഷമ എനിക്ക് തരണേ, ഈ കഴിവ് ഞാൻ പ്രകാശിപ്പിക്കുന്നതിലൂടെ എനിക്ക് ഉള്ള ആനന്ദം തരണമേ. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് വാങ്ങിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. ഓക്കെ. എനിക്ക് കഴിവുകൾ തന്നതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ആൻസർ പറഞ്ഞു. ഈശോ നമുക്ക് ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള കഴിവാണ് തന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കഴിവിന് ഈശോയ്ക്കൊരു പർപ്പസുണ്ട്. ശരിക്കും നമ്മൾ വിചാരിക്കും എൻ്റെ ഈ ചെറിയ കഴിവ് കൊണ്ട് ഇപ്പോൾ എന്താ ഇത്ര വലിയ മലമറിക്കാനുള്ളത് നമ്മൾ ചിന്തിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഉൾവലിയുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഈശോയ്ക്ക് എല്ലാത്തിനും ഒരു യുണീക്കായിട്ടുള്ള ഒരു പർപ്പസുണ്ട്. നമ്മളുടെ ഈ കഴിവുകൾ കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും നമുക്ക് പ്രകാശിപ്പിക്കാനായിട്ട് പറ്റണം, അല്ലേ? ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരാൾ കരഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് വിഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള ഒരാൾക്ക് ഇന്നൊരു പ്രശ്നം വന്നു. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് നമുക്ക് അയാളോട് സംസാരിക്കാൻ പറ്റുക, അല്ലെ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുക, അല്ലെ അയാളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമില്ല, അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ നന്മയാണ്, അല്ലേ? ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധമായി ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഞാൻ
ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ, നമ്മുടെ ചെറിയ ചെറിയ മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പ്രകാശമാകാനും ജീവനാകാനും ഒക്കെ സാധിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുമ്പം ഇപ്പോൾ എല്ലാവരും ഒരു പാട്ട് മത്സരത്തിൽ പങ്കെടുത്താൽ വലിയ ഫ്ലാറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ അഭിനയത്തിൻ്റെ ഈ ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുത്താൽ ഒരു വലിയ വില്ല കിട്ടും, അങ്ങനെ വലിയ വലിയ സമ്മാനങ്ങൾ ഓർത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ അതല്ല, ഈ ലോകത്തിൽ കിട്ടുന്ന സമ്മാനത്തെക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തിൽ ഉള്ള ഒരു ലൗകികമായിട്ടുള്ള ആ ഒരു ഒരു ഗിഫ്റ്റുകളെക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിൽ നിന്ന് നമുക്കൊരു വലിയ ഗിഫ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ സ്വർഗോന്മുഖമായിട്ട് വേണം നമ്മുടെ കഴിവുകളെ നമ്മൾ പ്രകാശിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ, കാരണം ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ആരാണ്? ദൈവമാണ് തന്നത്. അപ്പോൾ ദൈവത്തിനൊരു പർപ്പസും ഉണ്ട്. അപ്പോൾ ആ പർപ്പസാണ് ഒരു കഴിവ് നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെ അതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും തെറ്റാണ് അല്ലേ. കാരണം ഈശോയുടെ ഒരു ഇഷ്ടമാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. ഈശോ നമ്മളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നത്, നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ പർപ്പസ് നമ്മൾ മനസ്സിലാക്കാനും ആ പർപ്പസിന് വേണ്ടി നമ്മൾ എഫേർട്ട് ഇടാനും അതിനെ നമ്മൾ പ്രകാശിപ്പിക്കാനും നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് കലാപരമായ കഴിവുകളൊന്നുമില്ല. പക്ഷേ അവൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യുന്നു. ഇതൊരു കഴിവാണോ? തീർച്ചയായിട്ടും. നമ്മളിപ്പം എല്ലാവരും കൂടെ ഒരു ഉല്ലാസയാത്ര പോകാമെന്ന് വെച്ചോ. എല്ലാവരും ഒരു ഉല്ലാസയാത്ര പോകണമെങ്കിൽ എല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് കൂടിയിട്ടാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്യും അല്ലേ. നീ ഫുഡിൻ്റെ കാര്യം നോക്കണം, നീ വണ്ടി വിളിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്യും. ഇനി നമ്മൾ ഈ ഡ്യൂട്ടി എല്ലാം അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വണ്ടിയിൽ കയറിയിരിക്കുകയാണ്, വേറൊരു ദൂര സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുക. എല്ലാവരും അവാർഡ് പടത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന പോലെ സൈലൻ്റായിട്ട് മൂവ് ചെയ്താൽ മതിയോ? പറ്റത്തില്ല അല്ലേ. അപ്പോൾ അവരെ രസിപ്പിക്കാനും അല്ലെ അവർക്ക് ആ ഒരു എനർജി കൊടുക്കാനും ആ ഒരു യാത്രയെ കൂടുതൽ ആസ്വാദികരമാക്കാനും ആരെങ്കിലും ഒരാൾ വേണം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ്. ചിലർ ഒരു ഗ്രൂപ്പിൽ വെറുതെ ഇരുന്നാൽ മതി, ആ ഗ്രൂപ്പ് ലൈവായി പോകും. അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ എല്ലാവർക്കും ഓരോരോ കഴിവാണ്, അത് യുണീക്കായിട്ടുള്ള കഴിവാണ്. അതിനുള്ള പർപ്പസ് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. ഏതിലാണത് അവസാനം എത്തിച്ചേരുന്നുള്ള ദൈവത്തിന് മാത്രമേ അതറിയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വിശുദ്ധരുടെ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ജോൺ മരിയ വിയാനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മനുഷ്യന് പഠിക്കാനായിട്ട് ഒരു കഴിവുമില്ല എന്ന് കരുതി, അല്ലെങ്കിൽ അങ്ങനത്തെ പഠിക്കാനുള്ള യാതൊരു കഴിവുമില്ല, മണ്ടനാണെന്ന് കരുതി എഴുതി വെച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹം ഒരിടത്ത് പോയി പ്രസംഗിക്കാൻ എങ്ങനെ ഒരു പള്ളിയിൽ പോയി പ്രസംഗിക്കുമെന്ന് ഒത്തിരി പേർക്ക് ആശങ്കയുണ്ടായിരുന്നു അല്ലേ. പക്ഷേ എന്നാലും ആ ഇടവകയിൽ പോയി ദൈവം സ്നേഹമാണ് മക്കളെ എന്നുള്ളൊരൊറ്റ വാക്ക് ആ മനുഷ്യൻ പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെയുള്ള എത്രയോ പേർക്കാണത് ഇൻസ്പയറിങ് ആയത്, പ്രചോദനമായത്. അതുവരെ ആ ഇടവകയിൽ കുറച്ച് ആൾക്കാരാണ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ആഴ്ചകളിലൊക്കെ ഒരുപാട് പേരിങ്ങനെ വരാനായിട്ട് തുടങ്ങി ഈ ജോൺ മരിയ വിയാനിയുടെ പ്രസംഗം കേൾക്കാൻ. ശരിക്കും പറഞ്ഞാൽ പ്രസംഗിക്കാനുള്ള കഴിവോ പാണ്ഡിത്യമോ ഒന്നുമുള്ള മനുഷ്യനായിരുന്നില്ല ജോൺ മരിയ വിയാനി. അതുപോലെ തന്നെ കുമ്പസാരക്കൂട്ടിൽ 18 മണിക്കൂറോളം ഈ ജോൺ മരിയ വിയാനി ഇരിക്കുമായിരുന്നു അത്രേ. അപ്പോൾ അത് വേറെ ആർക്ക് സാധിക്കും? അങ്ങനെ ഓരോ വിശുദ്ധരുടെ ചരിത്രം നമ്മൾ വായിച്ചാലും അല്ലെ ഈ ലോകത്തിലെ മറ്റ് പലരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും അവർക്കൊക്കെ ഓരോരോ യുണീക്കായിട്ടുള്ള സ്റ്റൈല് ദൈവം കൊടുത്തിട്ടുള്ളതായിട്ടും യുണീക്കായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. നമ്മളുടെ മരിച്ചുപോയ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഇത്രയും പ്രായമായിട്ടും ചുറുചുറുക്കോടെ അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ സാധിക്കുന്നത്? ഇത്രയും വാർദ്ധക്യ സഹജമായ രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങേക്കില്ലേ? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞൊരു ആൻസറുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, അതൊരു കുഞ്ഞു കുട്ടിയെ കണ്ടാലും അല്ലെ പ്രായമായ ഒരാളെ കണ്ടാലും അല്ലെങ്കിൽ ഒരു സന്യാസിയെ കണ്ടാലും ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എനിക്കെന്ത് ഇയാൾക്ക് കൊടുക്കാൻ പറ്റും? ഈ കുഞ്ഞിന് എന്ത് ഇയാൾക്ക് കൊടുക്കാൻ പറ്റും? എന്ത് പുതിയതായിട്ടുള്ളൊരു കാര്യം, എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു നന്മ? ഇത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യർ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഈ ഒരു ലോകത്തിൻ്റെ ഒരു കെമിസ്ട്രി ശരിക്കും വൃത്തിയായിട്ട് നടന്നു പോകുന്നതെന്ന് തന്നെ പറയാം. നമ്മൾ തന്നെ വചനം പറഞ്ഞല്ലോ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിൻ്റെ
ശാഖകളുമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെയും കഴിവുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈശോ ഈ സഭയാകുന്ന ഈ സഭയെ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആകുന്നത്, അല്ലേ? അപ്പം ഒരാൾക്ക് പാട്ട് പാടാനായിരിക്കും, അപ്പം മറ്റേ ആൾക്ക് ഡാൻസ് കളിക്കാൻ, ഒരാൾക്ക് വരയ്ക്കാനായിരിക്കും, ഒരാൾക്ക് എഴുതാനായിരിക്കും, ഒരാൾക്ക് പ്രസംഗിക്കാനായിരിക്കും, ഒരാൾക്ക് മറ്റുള്ളവനെ ഒന്ന് കേൾക്കാനായിരിക്കും, ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ഒരിക്കലും നമ്മളുടെ കഴിവുകളെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. അപ്പോൾ അതിനെ വളർത്താനുള്ള ശ്രമമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യണം. ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി. നിങ്ങളും ഒത്തിരി ചാൻസസും മിസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷെ സാരമില്ല, ഇനി മുതൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാം. നമ്മൾക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ. അത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി ഏറ്റവും മാക്സിമം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ? അപ്പോൾ അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിനു മുമ്പ് വചനവും സുകൃതജപം പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഇനി സുകൃതജപം. ഈശോയെ എന്റെ കഴിവുകൾ അങ്ങേയ്ക്കായി ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓക്കെ. അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ ഇത്രയും നാൾ കൊണ്ട് 40ഓളം വിശുദ്ധരുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിശുദ്ധരെയൊക്കെ ഓർക്കുന്നുണ്ടോ? അവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ കൂടാതെ നിങ്ങൾക്ക് അറിയുന്നവരോട് മാക്സിമം ആരോടൊക്കെ നിങ്ങൾക്ക് ഇവരുടെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ? അപ്പോൾ നമുക്ക് വേഗം വചനവും സുകൃതജപം ഏറ്റു പറഞ്ഞിട്ട് പോകാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഇനി സുകൃതജപം. ഈശോയെ എന്റെ കഴിവുകൾ അങ്ങേയ്ക്കായി ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണം. വിശുദ്ധ സെറാഫിയെ കുറിച്ചാണ്
ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. വിശുദ്ധ സെറാഫിയ ഒരു രക്തസാക്ഷി കൂടിയാണ്. അവൾ ജനിച്ചത് അന്ത്യോക്യയിലാണ്. ദൈവഭക്തരായ നല്ല മാതാപിതാക്കൾ അവളെ നല്ല കുട്ടിയായി വളർത്തി. അന്ത്യോക്യയിൽ ജനിച്ചെങ്കിലും ജീവിച്ചതൊക്കെ ഇറ്റലിയിലായിരുന്നു. മാതാപിതാക്കൾ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ ഇവൾ തനിയായി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വേറെ ആരും ഇല്ലല്ലോ. ഇവളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം ഇവളും ഒരു അടിമയായിട്ട് വിൽക്കപ്പെട്ടു. ഇവളെ തന്നെ വിറ്റ്. അത് വാങ്ങിയത് ഒരു റോമൻ വനിത, നല്ല ദൈവഭക്തിയായിട്ടുള്ള ഒരു വനിത. അവളാണ്, അതായത് സെബീന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇവളെ വാങ്ങിയത്. ഈ സ്ത്രീ ഇവളുടെ ഈ നല്ല സ്വഭാവവും അതുപോലെ നല്ല ത്യാഗ മനോഭാവവും അതുപോലെ തന്നെ സ്നേഹവും നല്ല കുട്ടിയായിട്ട് കണ്ടതുകൊണ്ട് ഇവൾക്ക് വളരെ താല്പര്യം തോന്നി. ആർക്ക്? സെബീനയ്ക്ക് സെബീന എപ്പോഴും ഇവളുടെ സാന്നിധ്യം ആഗ്രഹിച്ചു. അപ്പോൾ അത് അവൾ മുതലെടുത്ത് അവൾ സെറാഫിയ എപ്പോഴും ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ സെബീന വാസ്തവത്തിൽ ഒരു അന്യജാതിയായിരുന്നു. എങ്കിലും ഈശോയെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഈശോയിൽ കൂടുതൽ ആകർഷണം തോന്നി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈശോയെപ്പറ്റി കേൾക്കാനായിട്ട് സമയം കണ്ടെത്തി. തന്നെയല്ല, സെറാഫിയ എപ്പോഴും ഈ മറ്റ് ദൈവങ്ങളെയൊക്കെ അവരുടെ വിഗ്രഹ ആരാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ആ ദൈവസ്നേഹം അനുഭവിക്കാനും ഇവർക്കൊക്കെ സാധിച്ചു. ഇവളുടെ ജീവിതം കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ ഈശോയെ കണ്ടത്. അതായത് സംസാരത്തിലല്ല, ഇവളുടെ ജീവിതം, അതായത് നല്ല ദൈവസ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഒരു മടിയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മയും ചെയ്യാനായിട്ട് എപ്പോഴും സന്നദ്ധയായിരുന്നു. അതൊക്കെ കൊണ്ട് ഒരുപാട് ആകർഷിച്ച്, പലരും ഈശോയിലേക്ക് ആകർഷിച്ചു. ഇത് റോമൻ ന്യായാധിപനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അയാൾ ഇവളെ തടങ്കലിലാക്കിക്കൊണ്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണോ? എങ്കിൽ നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും പറഞ്ഞു, എൻ്റെ സത്യ ദൈവത്തെ അല്ലാതെ, സർവശക്തനായ ദൈവത്തെ അല്ലാതെ ഞാൻ വേറൊരു ദൈവത്തെ ആരാധിക്കുകയില്ല. ഈ ധൈര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, നിൻ്റെ ദൈവത്തിൻ്റെ ക്ഷേത്രം ഏതാണ്? അപ്പോൾ ഇവൾ പറഞ്ഞ്, ഞാനാണ് ബലിപീഠം, എൻ്റെ വിശുദ്ധിയും ഞാൻ നേടിയെടുത്ത ആത്മാക്കളുമാണ് എൻ്റെ ബലി വസ്തുക്കൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യം കയറി. എന്നാൽ ഇവളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ വേണ്ടി അയാൾ പലതും ചെയ്തു. അപ്പോൾ അതൊന്നും അയാൾ വിജയിക്കാൻ പറ്റിയില്ല. ഇവൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം ഒന്നുകൂടി കൂടി. ഇയാൾ പറഞ്ഞ് ഇവളെ ഇരുമ്പ് ദണ്ണ് കൊണ്ട് അടിക്കാൻ പറഞ്ഞു. ഇരുമ്പ് ദണ്ണ് കൊണ്ട് പല പ്രാവശ്യം അടിച്ച് ഇവൾ കിടന്ന് പൊളയണ സമയം അതിൻ്റെ ഒരു ചില്ല് വന്ന് ഇയാളുടെ കണ്ണിക്കൊണ്ട്, ഇനി അതിൻ്റെ കണ്ണിക്കൊണ്ട് കണ്ണ് പോയി, ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം കൂടി. അയാൾ വേഗം ഇവളെ കൊല്ലാനായിട്ട് കൽപ്പിച്ച്. അപ്പോൾ ഇത്രയും ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അവൾ പറഞ്ഞ്, എനിക്ക് എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവിടെ നിന്ന് ആരെയും കൈവിട്ട് കളയില്ല, ഏത് പ്രതിസന്ധിയിലും
ശക്തനായവൻ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഇവളുടെ തല ഛേദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവളെ തല ഛേദിച്ച് മരിച്ച്. അപ്പോൾ ഇത്രയും ധൈര്യം എവിടെ നിന്ന് അവൾക്ക് കിട്ടി? ഞാൻ നിങ്ങളോടാണ് ചോദിക്കണം. എവിടെ നിന്ന് ഇത്രയും ധൈര്യം കിട്ടി? പ്രാർത്ഥനയിലൂടെയും തന്നെയുമല്ല, അവൾക്ക് നിത്യജീവനെ ലക്ഷ്യം വെച്ചുള്ള ജീവിതമായിരുന്നു. അതായത് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല. നമുക്കൊരു ജീവിതമുണ്ട്, അത് നിത്യജീവനാണ്, അത് അവസാനിക്കാത്ത ജീവിതം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 18-ാം അധ്യായം 9-10 വാക്യത്തിൽ പറയുന്നുണ്ട്, 100 വയസ്സ് ദീർഘായുസാണ്, എന്നാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ 100 വയസ്സെന്നുള്ളത് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും കാണാവുന്ന മണൽപ്പരപ്പിൽ ഒരു മണൽത്തരി പോലെയും മാത്രം. അപ്പോൾ എന്തുമാത്രം നിസ്സാരമായിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്നത്, അല്ലേ? അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഒത്തിരി പ്രയത്നിക്കുന്നത്. ഈ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധരൊക്കെ ഇത്രയും പാടുപെട്ടത്, അല്ലേ? സെറാഫിയയെ നമുക്ക് അനുകരിച്ചുകൂടെ? സെറാഫിയ എന്ത് ധൈര്യത്തോടു കൂടിയാണ് ആ ന്യായാധിപൻ്റെ അടുത്ത് നിന്നത്? വല്ല പേടിയും തോന്നിയ? എന്തുകൊണ്ടാണ്? തൻ്റെ ലക്ഷ്യം താൻ മരിച്ചു കഴിഞ്ഞാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് കാരണം ആ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് അവൾ മരിച്ചത്. ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നവരെ പലപ്പോഴും ഒരു കാര്യമില്ലാണ്ട് നമ്മൾ വിളിച്ചെണീപ്പിക്കും, അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്നൊരു കാര്യമല്ലേ? കൂടുതലും അമ്മമാരോടായിരിക്കും അല്ലേ ചെയ്യുന്നത്. എൻ്റെ ബുക്ക് എവിടെ, ബാഗ് എവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. നമുക്ക് അത്ര അത്യാവശ്യമല്ലെങ്കിൽ നമ്മൾ അവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കാണ്ടിരിക്കണം. ഓക്കെ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ വചനോസുകുറിച്ച് പോയിട്ട് പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഓക്കെ, ഇനി സുഹൃജപം. ഈശോയെ എനിക്കുള്ള കഴിവുകൾ അങ്ങേക്കായി ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.